ാണ്ടിയുടെ മാതിരിയുള്ള ഒരു നേതാവാണ് ശിഹാബ് തങ്ങൾ എന്നാണ് കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നത്. ഇത് ഈ രാജ്യത്ത് ചിന്തിക്കുന്ന ആളുകൾ വിലയിരുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞില്ല. പാണക്കാട് തങ്ങൾ അല്ലെങ്കിൽ ഖലീൽ തങ്ങൾ ഇവരൊന്നും തങ്ങന്മാരല്ല, അങ്ങനെ ഒരു തങ്ങൾ പരമ്പര തന്നെ ഇല്ല എന്നാ മുജാഹിദുകൾ പറയുന്നത്. കേട്ടോളൂ നിങ്ങൾ, മുജാഹിദ് നേതാവ് തന്നെ പറയുന്നു. മുജാഹിദ് ബാലുശ്ശേരി എന്ന മൗലവി പറയുന്നത് കേട്ടോളൂ. അയാൾ പറയട്ടെ. അല്ലാതെ അവിടെ തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. കണ്ടില്ലെങ്കിൽ? അപ്പൊ അങ്ങനെ റസൂലുള്ളാഹിന്റെ ഒരു രക്തബന്ധവുമില്ല, ആദർശം കൊണ്ട് തീരെയുമില്ല. അങ്ങനെ തങ്ങന്മാര്, പാണക്കാട് തങ്ങള്, ഖലീൽ തങ്ങള് എന്നൊന്നുമില്ല, തങ്ങന്മാരില്ല. എന്നാ പിന്നെ തങ്ങൾ ഉണ്ട്. ആരാ തങ്ങള്? ഉള്ള തങ്ങൾ ഏതാ? അയാൾ തന്നെ പറയുന്നു. ഏതൊക്കെയാണ് തങ്ങൾ എന്നറിയാമോ? LK അഡ്വാനി, ലാൽകൃഷ്ണ അഡ്വാനി ഒരു തങ്ങളാ. വേറൊരു തങ്ങളാരാ? അതുപോലെ തന്നെ അശോക് സിംഗാൾ വേറൊരു തങ്ങള്. വേറൊരു തങ്ങളാരാ? സാറാമ, കല്യാണിക്കുട്ടി. ഇവരൊക്കെ എത്ര തങ്ങള്? ഇയാൾ എന്താ? അവര് ബീബിമാരാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെയും തെറ്റില്ല. സാറാമ തങ്ങളാണെന്നപ്പോ മൂപ്പര് പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അയാൾ പറയുന്നത് കേട്ടോളൂ. അയാൾ പറയട്ടെ. ആദം നബിയുടെ മക്കളാണ് നമുക്കൊക്കെ. അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. ഇവിടെയുള്ള ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകൃഷ്ണ അദ്വാനിയും വിവേകത്യാറും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്. എല്ലാരും തങ്ങന്മാരാണ്. എല്ലാരും തങ്ങളുടെ മക്കളാണ്. കേട്ടില്ലെങ്കിൽ? എല്ലാരും തങ്ങന്മാരാകുന്നു. അപ്പൊ തങ്ങന്മാര് എന്ന് പറയുന്ന ഒരു വർഗമില്ല. പാണക്കാട് തങ്ങളോ ഖലീൽ തങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല. ഉള്ള തങ്ങന്മാരാരാ? അത് ലാൽകൃഷ്ണ അഡ്വാനി, അശോക് സിംഗാൾ പോലെയുള്ളവരാകുന്നു. നിങ്ങൾ ചിന്തിക്കണം. മുസ്ലിം സമുദായം നൂറ്റാണ്ടുകളായി ആദരവോടെ കാണുന്ന മഹാത്മാക്കളായ സാദാത്തുക്കൾ, ഔലിയാക്കൾ, ആലിമീങ്ങൾ, മഹാത്മാക്കൾ, അവരെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടല്ലാതെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന്റെ മനസ്സിൽ മഹാത്മാക്കളോടും സാദാത്തുക്കളോടും ആലിമീങ്ങളോടും ഒരു ബഹുമാനമുണ്ട്, മഹത്വമുണ്ട്. അവർ ധരിക്കുന്ന വസ്ത്രത്തിനും ഒരു മഹത്വമുണ്ട്. അത് മുജാഹിദ് മനസ്സിലാക്കി അത് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഏതാനും മൗലവിമാരെ ഞങ്ങളൊക്കെ ധരിച്ച ഈ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന വസ്തുത പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കറിയാമോ, ഇങ്ങനെ കുറെ ആളുകളെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഇവരെ കുറിച്ച് പഠിച്ചു നോക്കി. എന്താണ് ഇവർ മുജാഹിദാവാനുള്ള കാരണം? ഇവർ മുജാഹിദാവാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചപ്പോ ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഒരു കാരണമായേക്കാം. എന്താണ് അയാൾ പറയുന്നത്? കേരളത്തിലുള്ള സർവ്വ മുസ്ലിം പണ്ഡിതന്മാരെയും സുന്നി പണ്ഡിതന്മാരെയും പേരോട് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെയൊക്കെ അവരൊക്കെ ഒരു ഭാഗത്ത് പ്രസംഗിക്കാതെ ഒരു ഭാഗത്ത് കെട്ടിടണം. എന്നിട്ട് എന്തു ചെയ്യണം? അവർക്ക് ഒരു ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ പിരിച്ച് അവരെ കയ്യിൽ അങ്ങോട്ട് എത്തിക്കാം. എന്നിട്ട് നിങ്ങളൊന്നും പ്രസംഗിക്കണ്ട, ഞങ്ങൾ പ്രസംഗിച്ചോളാം എന്ന് പറഞ്ഞ് കാശ് കൊടുത്ത് അവരെ മിണ്ടാതാക്കുക. എന്നാൽ പിന്നെ എന്തു ചെയ്യാൻ കഴിയും? ഞങ്ങൾ കേരളത്തിൽ ഇവിടെ കുറെ ആൾക്കാരെ ഞങ്ങളെ ആളുകളാക്കാൻ കഴിയും എന്നാര് പറയുന്നു? മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു. അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, ആ ലക്ഷങ്ങൾ വാങ്ങിയവരാണോ ഇവിടെ വന്നിട്ടുള്ളവർ എന്ന് ഞാൻ സംശയിച്ചെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബാലുശ്ശേരി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. എന്റെ വകയല്ല, അയാൾ പറയട്ടെ. അല്ല, ആ അണ്ണാക്ക് തള്ളി കൊടുക്കുക ഒരു 50,000 60,000 എന്നിട്ട് 1.5 മാസം മിണ്ടാണ്ടിരിക്കാൻ പറയാം. എന്നാൽ തന്നെ ഒരുപാട് മനുഷ്യന്മാർ രക്ഷപ്പെടും. എനിക്കൊരു പുതിയ പോളിസി, ഒരു പദ്ധതിയിലുണ്ടാവും. പള്ളിക്കൊക്കെ പൈസ പിരിക്കുന്നതിനേക്കാളും മുസ്ലിയാക്കന്മാർക്ക് വേണ്ടി നല്ലൊരു ഫണ്ട് റൈസ് ചെയ്യാം. ഒരു 50 കോടി ഉറുപ്പിയൊക്കെ. എന്നിട്ട് ഓരോ പള്ളിയിലെ മുസ്ലിയാക്കന്മാരോട് കുറച്ചു കാലത്തേക്ക് പ്രസംഗിക്കേണ്ട, പൈസയല്ലേ പ്രശ്നം, അതിതാ ഒരു 10 കോടി, ഒരു 5 കോടി, ഒരു കോടി, അത് തീരുന്നവരെ ആ കാലയളവിൽ ഞങ്ങൾ വയലിറങ്ങോടാ. എന്നാൽ ആ കാലയളവ് കുറെ എണ്ണം സ്വർഗത്തിലേക്ക് നല്ല മനുഷ്യന്മാരായിട്ട് പോകും. ഇത് ഞാൻ വെറുതെ പറയല്ല. നിങ്ങളൊരു മുസ്ലിയാരെ സ്വകാര്യമായിട്ട് വിളിച്ചു ചോദിക്കുക, മുസ്ലിയാരെ നിങ്ങൾ ചെയ്യുന്ന അദാദ് റാത്തീബ് ഇതൊക്കെ തെറ്റല്ലേ? ജീവിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുന്നത്? 1500. നിങ്ങൾക്ക് എത്ര കിമ്പളോ? 15,000. പിന്നെ എങ്ങനെ കിമ്പളോ ഒഴിവാക്കി ശമ്പളത്തിൽ മാത്രം നിൽക്കൂ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 50,000 വീതം മാസം ഏറ്റവും പേരോടക്കമുള്ള ആളുകൾക്ക്, കുറച്ച് സ്ട്രോങ് ഉള്ള ആളുകൾക്കൊക്കെ നല്ല സംഖ്യ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ ഇരുന്നോളി അറിയാം. ആ പൂതി അവിടെ മനസ്സിൽ വെച്ചോ മൗലവി. വിവരമുള്ളവരുടെ മുമ്പിൽ നടക്കൂല. പക്ഷേ നിങ്ങൾ അങ്ങനെ കൊടുത്തപ്പം നടന്ന കുറെ ആളുകളുണ്ട്. അവരാണ് ഇവിടെ നിങ്ങൾ അടിനിരത്തിയിട്ടുള്ള ആളുകൾ. നിങ്ങളെ നാവിലൂടെ ഇത് പറയുന്നത് ഞങ്ങളല്ല, നിങ്ങളെ കൊണ്ട് പടച്ചവൻ ഇത് പറയിപ്പിച്ചിരിക്കുന്നു.
സഹോദരന്മാരെ മനസ്സിലാക്കണം. ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വല്ലപ്പുഴയിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംവാദ വ്യവസ്ഥ, ഞാൻ അതിലേക്കൊക്കെ കടന്നു വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരും കുറച്ച് സൗകര്യം അല്ലെങ്കിൽ ഉള്ള സൗകര്യം അനുസരിച്ച് കുറച്ച് നിൽക്കണം. നിങ്ങൾ ഇത് കേൾക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ ആ വല്ലപ്പുഴയിൽ സംഭവിച്ചത് എന്ത് എന്ന് പറഞ്ഞ് വഹാബികളുടെ ഇവിടെ നടന്ന സംവാദ വ്യവസ്ഥയുമായി അവരുമായി നടന്ന സംവാദ വ്യവസ്ഥയുടെ പ്രസക്തമായ ആ ഭാഗങ്ങൾ മാത്രം, പ്രസംഗമല്ല ഇത്, അത് നടന്ന രണ്ടു ഭാഗത്തും നടന്നിട്ടുള്ള ആ പ്രസംഗങ്ങളും അവിടെ ആരാണ് മൗലിദ് തള്ളിയത്, ആരൊക്കെയാണ് ശിർക്കല്ല എന്ന് പറഞ്ഞത് എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയിക്കുന്ന 2 CD ഉള്ള ഒരു ഡോക്യുമെന്ററി ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് പ്രവർത്തകർ. അതും നിങ്ങൾ വാങ്ങണം. മറ്റു കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയും. അപ്പൊ ഞാൻ പറയുന്നത് ഇവരൊക്കെ മുജാഹിദാവാനുള്ള കാരണം മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. വേറൊരു കാരണം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോ, മതം മാറിയ, അപ്പൊ പുതിയതായി മതം മാറിയ വേറൊരു മൗലവി ഉണ്ട്. അയാളുടെ പേര് ഹമീദ് മൗലവി വിളയിൽ എന്നാണ്. ആ മൗലവിയുടെ ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗം കേട്ടപ്പോ 1ാം ക്ലാസ് വേണ്ട 5ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയുടെ വിവരം പോലും അയാൾക്കില്ല എന്ന് തോന്നിപ്പോയി. എന്താ കാരണം എന്നറിയോ സഹോദരന്മാരെ? നമുക്കെല്ലാവർക്കും അറിയാം, തൂഫാൻ എന്ന വെള്ളപ്പൊക്കം ഉണ്ടായത്, പ്രളയം ഉണ്ടായത് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, എല്ലാവർക്കും അറിയാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തായിരുന്നു. നമ്മുടെ മങ്കൂസ് മൗലിദിൽ കാണാം, വലാഹുവല്ലദീ തവസ്സല ബിഹി ആദം വഫ്തഖറ ബിഖൗലിഹി വാലിദൻ വസ്തഗാസ ബിഹി നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂൽ മുഖേന സഹായം തേടി എന്ന ഒരു പരാമർശം മങ്കൂസ് മൗലിദിൽ കാണാം. ആ മങ്കൂസിനെ കൊച്ചാക്കിക്കൊണ്ട് ഇപ്പൊ പുതിയ മതപരിവർത്തനം നടത്തിയ ഒരു മൗലവിയാണ് ഹമീദ് മൗലവി വിളയിൽ, മലപ്പുറം ജില്ലക്കാരനാണ്. അയാൾ പ്രസംഗിക്കുകയാണ്. അപ്പൊ ഈ മതം മാറുന്ന ആളുകളുടെ വിവരം നിങ്ങൾ ഓർക്കണം. ഇവർക്കിത് മതം എന്തുകൊണ്ട് മാറിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. അയാൾ പ്രസംഗിക്കുന്ന ഒരു ഭാഗം ഞാൻ കേൾപ്പിച്ചു തരാം. അതിലെന്താ പറയുന്നത്? തൂഫാൻ എന്ന വെള്ളപ്പൊക്കം ഉണ്ടായത് ലൂത്ത് നബിയുടെ കാലത്താകുന്നു. അതിന് അയാൾ ഖുർആൻ ഓതിയിട്ട് അർത്ഥം വെക്കണത്, അതാ രസം. അപ്പൊ ഒരാൾ ഇത് സഹി കെട്ടപ്പോ സ്റ്റേജിലിരുന്ന ഒരു മുജാഹിദ് മൗലവി പറഞ്ഞു, അങ്ങനല്ല മൗലവി, അത് നൂഹ് നബിയുടെ കാലത്താണ്. അപ്പൊ മൂപ്പര് വന്നാ നൂഹ് നബിയുടെ കാലത്താണെന്ന് ഇവിടുന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ മൂപ്പര് അല്ലല്ല ലൂത്ത് നബിയുടെ കാലത്തന്നെയാണ് മൂപ്പര് പറയാം. അങ്ങനെ മൂപ്പര് അത് അർത്ഥം വെച്ച് അങ്ങനെ പോവുകയാണ്. എന്നിട്ട് പിന്നെ മൂപ്പര് മങ്കൂസ് മൗലിദിനെ വിമർശനത്തിന് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു, അലാഹുവല്ലദീ വസ്തഗാസ ബിഹി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിയോട് സഹായം തേടി. ഇതിന് വായിച്ച മൂപ്പര് ഒരു അന്തം വിട്ട് കയറി നിൽക്കുക, ഇടിവെട്ടേറ്റതുപോലെ ഒരു അന്തം വിട്ടുക. നിങ്ങൾ ചിന്തിക്കണം, ഇവരുടെ വിവരം എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. കേട്ടോളൂ, പുതിയ മതം മാറിയ ഒരു മൗലവിയാണ്, വിളയിൽ ഹമീദ് മൗലവിയാണ്. ആ മൗലവി, ഇതൊക്കെയാണ് ഇവർക്ക് മതം മാറാനുള്ള കാരണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞാൻ പറയുന്നുണ്ട്. എല്ലാ മൗലവിമാരുടെയും ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കും ഇൻഷാ അല്ലാഹ്. ആ വെച്ചുകൊടുക്കും. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നുണ്ടാ, വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ, ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. നിങ്ങൾ താങ്ങി നടക്കുന്ന മൗലവിമാരുടെ വിവരമാണിത്, പഠിച്ചോളൂ. കഴിഞ്ഞിട്ടില്ല, പടച്ചോൻ ഖുർആനിൽ പറയുവാൻ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, അദ്ദേഹത്തിന്റെ അയൽക്കാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. വലായത്തിലല്ല